ഈശോ മിശിഹായിൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, നാം ഇന്ന് നമ്മുടെ നോമ്പിൻ്റെ 10ാമത്തെ ദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 10 ദിവസവും എന്നോടൊപ്പം ചേർന്ന് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, എന്നും ആവശ്യപ്പെടുന്നത് പോലെ നിങ്ങൾ ഈ ഒരു ശുശ്രൂഷ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലോകം മുഴുവൻ കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട്, അതെത്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം ഇതൊന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നത്തെ സുവിശേഷ വിചനത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഈ സുവിശേഷ ഭാഗം ഒന്ന് വായിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. പ്രിയമുള്ളവരെ, ഇതൊരു അല്പം ദൈവശാസ്ത്രപരമായ ഒരു ചിന്തയിലൂടെയാണ് നമ്മളൊന്ന് കടന്നു പോവുക. ഇച്ചിരി ആഴമേറിയ ചിന്തയായിരിക്കും, എങ്കിലും ഒന്ന് മനസ്സിലാക്കാനായിട്ടും ചിന്തിക്കുവാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നമ്മൾ ഈ നോമ്പുകാല യാത്ര തുടരുമ്പോൾ ഇന്നത്തെ സുവിശേഷം നമ്മളെ ഒരു ബാഹ്യമായ നീതിയുടെ അപ്പുറത്തേക്ക് പോകാനും സ്നേഹത്തിലും അനുരഞ്ജനത്തിലും വേരൂന്നിയ ഒരു ആന്തരിക വിശുദ്ധി വളർത്തിയെടുക്കുവാനും നമ്മെ ഓരോരുത്തരെയും ഇന്ന് മാടി വിളിക്കുകയാണ്. കൽപ്പനകൾ അനുസരിക്കാൻ മാത്രമല്ല, നമ്മുടെ ഹൃദയങ്ങളെ ഒന്ന് മാറ്റി രൂപാന്തരപ്പെടുത്താനും യേശു നമ്മെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, കാരണം യഥാർത്ഥ നീതി പാപത്തെ ഒഴിവാക്കുക മാത്രമല്ല, അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തെ അതിൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുക കൂടിയാണ്. നമ്മളിപ്പോൾ വിചിന്തനത്തിൻ്റെ 1ാമത്തെ പോയിൻ്റായിട്ട് എടുത്തിരിക്കുന്ന കാര്യമെന്ന് പറയുക, യഥാർത്ഥ നീതി എന്ന് പറയുന്നത് അത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. യേശു നമ്മളോട് പറയുന്നുണ്ട്, ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുക: നിങ്ങളുടെ നീതി നമ്മുടെ ശാസ്ത്രിമാരുടെയും അതുപോലെ പുരുഷന്മാരുടെയും ഒക്കെ നീതിയെ കവിയുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അതിനപ്പുറം പോകുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് പറയുക. നമുക്കറിയാം, നമ്മൾ ബൈബിളിലെ പുരുഷന്മാരെയും അതുപോലെ തന്നെ ന്യായാധിപന്മാരെയൊക്കെ കാണുന്നുണ്ട്. അവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ പിന്തുടരുന്നതിൽ ഒത്തിരിയേറെ സൂക്ഷ്മത പുലർത്തിയിരുന്നു. എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഒരു വാക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പാലിക്കാനായിട്ടൊക്കെ അവർ ഒത്തിരിയേറെ പരിശ്രമിച്ചിരുന്നതായിട്ട് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പക്ഷേങ്കിൽ അവരുടെ നീതിയിൽ പലപ്പോഴും ന്യായപ്രമാണത്തിൻ്റെ ആ ഒരു ആത്മാവ്, അതായത് സ്നേഹം, കരുണ, അഭിനയം എന്നിവയൊന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം ആന്തരിക മാനസാന്തരമില്ലാതെ ഒരു ബാഹ്യ ആചരണം മാത്രമായിരുന്നു അവരുടെ നിയമങ്ങളുടെ ഒരു മുമ്പോട്ട് പോകൽ, അല്ലെങ്കിൽ നിയമങ്ങളുടെ ഒരു അനുഷ്ഠാനം എന്നൊക്കെ പറയുക. വിശുദ്ധ അഗസ്റ്റിൻ വളരെ പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്: കൃപ തേടേണ്ടതിന് ന്യായപ്രമാണം നൽകപ്പെട്ടു, ന്യായപ്രമാണം നിറവേറ്റപ്പെടേണ്ടതിന് കൃപ നൽകപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ന്യായപ്രമാണം, അതായത് നിയമങ്ങൾ നമ്മെ ശരിക്കും ദൈവത്തിൻ്റെ കൃപയിലേക്ക് നയിക്കണം. ആ നിയമങ്ങളൊക്കെ ജീവിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കണം. അത് ഒരു ഭാരമായിട്ടല്ല, മറിച്ച് എന്താണ്, അതൊരു സ്നേഹത്തിൻ്റെ പ്രകടനമായിരിക്കണം. അതായത് നിയമങ്ങൾ പാലിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കണം എന്നുള്ളതാണ്. അതൊരു ഒരിക്കലും ഒരു ഭാരമാക്കി തീർക്കുവാനായിട്ട് പാടില്ല. യഥാർത്ഥ വിശുദ്ധി പാപം ഒഴിവാക്കുക മാത്രമല്ല, മറിച്ച് കൃപയിൽ രൂപാന്തരപ്പെടുത്തുകയും കൂടിയാണ് നമ്മളെ ചെയ്യുക. പ്രിയമുള്ളവരെ, 2ാമത്തെ പോയിൻ്റ് എന്ന് പറയുക, പാപത്തിൻ്റെയും നീരസത്തിൻ്റെയും ആത്മീയ അപകടത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുക. കൊല്ലരുത് എന്ന കൽപ്പനയെ യേശു കൂടുതൽ ആഴത്തിലുള്ള തലത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ സഹോദരനോട് കോപിക്കുന്ന ഏവനും ന്യായവിധിക്ക് വിധേയനാകും എന്നുകൂടി ഈശോ നമ്മളോട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കോപം എപ്പോഴും പാപമല്ല. യേശു പോലും അനീതിയോട് കോപിക്കുന്നതായിട്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നിരുന്നാലും കോപം വെറുപ്പിലേക്കും നീരസത്തിലേക്കും പ്രതികാരത്തിലേക്കും നയിക്കുമ്പോൾ അത് നമ്മുടെ ആത്മാവിനെ വിഷലിപ്തമാക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം നമ്മളോട് പറഞ്ഞു തരുന്ന, അല്ലെങ്കിൽ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്: പാപങ്ങൾ ചെയ്യാൻ കാരണമുള്ളപ്പോൾ കോപിക്കാത്തവൻ, എന്നാൽ പാപങ്ങൾ ചെയ്യാൻ കാരണമില്ലാത്തപ്പോൾ കോപിക്കുന്നവൻ. ആദ്യത്തേത് യുക്തിയിൽ നയിക്കപ്പെടുന്ന കോപമാണ്, 2ാമത്തേത് വികാരത്താൽ നയിക്കപ്പെടുന്ന കോപമാണ്. ഇതിനർത്ഥം കോപം ഒരിക്കലും നമ്മെ നിയന്ത്രിക്കരുത്, അല്ലെങ്കിൽ പാപത്തിലേക്ക് നയിക്കരുത് എന്നാണ്. പകരം നാം നമ്മുടെ നിരാശകളെ ദൈവത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ ദൈവത്തെ നമ്മൾ അറിയിക്കുക, ദൈവത്തോട് പറയുക, ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിക്കുക. അവൻ്റെ കൃപയിലൂടെ നമ്മുടെ വികാരങ്ങളെ
വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ അനുവദിക്കണം. അതിനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നാണ് നമ്മളോട് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുക അനുരഞ്ജനത്തിൻ്റെ അടിയന്തരത ഈ അനുരഞ്ജനത്തിൻ്റെ ഒരു ആവശ്യകത എന്തുള്ളതാണ്. യേശു ശ്രദ്ധേയമായ ഒരു കൽപ്പന നമുക്ക് നൽകുന്നുണ്ട്. നീ ബലിയർപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ അവിടെ വെച്ച് നിൻ്റെ സഹോദരനോട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് മനസ്സിലായാൽ അപ്പോൾ നമ്മുടെ സഹോദരനുമായിട്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, അപ്പോൾ ആ ബലിവസ്തു അവിടെ വെച്ചിട്ട് നമ്മൾ അവനുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാനാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 23, 24 തിരുവചനത്തിൽ പറയുക. ശരിക്കും ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആരാധന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ, അല്ലെങ്കിൽ നമ്മുടെ ബലിയർപ്പണം എന്ന് പറയുന്നത് വെറും ആചാരങ്ങളെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചാണ്. ദൈവവും മറ്റുള്ളവരുമായുമുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ബലിയർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവവുമായിട്ട് മാത്രമല്ല നമ്മുടെ സഹോദരങ്ങളുമായിട്ട് കൂടി ഒരു നല്ല ബന്ധത്തിലായിരിക്കണം എന്നാണ് ഈശോ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഈ ഒരു സത്യം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു ഭാഗം നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് സമാധാനം പ്രഖ്യാപിക്കുമ്പോൾ അത് നിങ്ങളുടെ ഹൃദയത്തിൽ കൂടുതൽ പൂർണ്ണത ഉണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സത്യ ആരാധനയ്ക്ക് കയ്പില്ലാത്ത ഒരു ഹൃദയം ആവശ്യമാണ്. അതായത് നമ്മൾ സത്യമായിട്ടും ദൈവത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിന് വിശുദ്ധമായ ഒരു ഹൃദയത്തിൻ്റെ ആവശ്യകത കാണുന്നുണ്ട് എന്നാണ് ഫ്രാൻസിസ് അസിസി പറഞ്ഞു വയ്ക്കുക. നാം ദിവ്യകാരുണ്യത്തെ സമീപിക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ മറ്റുള്ളവരുമായിട്ട് സമാധാനം സ്ഥാപിക്കണം. കാരണം മറ്റുള്ളവരോട് നമ്മളത് കാണിക്കാനായിട്ട് വിസമ്മതിക്കുമ്പോൾ നമുക്ക് എങ്ങനെ അത് ക്രിസ്തുവിനോട് കാണിക്കാനായിട്ട് സാധിക്കുമെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി നമ്മളോട് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, നാലാമത്തെ ഒരു ചിന്ത എന്ന് പറയുക വളരെ വൈകുന്നതിന് മുമ്പ് സംഘർഷങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണമെന്നാണ് ഈശോ നമ്മളോട് ആഹ്വാനം ചെയ്യുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞു വയ്ക്കുക: നിങ്ങളുടെ കുറ്റാരോപിതനുമായി വേഗത്തിൽ അനുരഞ്ജനത്തിലാവുക, നിങ്ങളെ ജയിലടയ്ക്കാതിരിക്കുവാനായിട്ട്. ഒരുപക്ഷെ നമ്മളെ കുറ്റം വിധിക്കുന്ന ആളുമായിട്ട് അനുരഞ്ജനത്തിൽ അല്ലെങ്കിൽ സമാധാനത്തിൽ എത്തിച്ചേരാതിരുന്നാൽ ഒരുപക്ഷെ അതിനൊത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഇതിൻ്റെ പ്രായോഗിക ഒരു ഉപദേശം മാത്രമായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് കാര്യമില്ല, മറിച്ച് ഇതൊരു ആത്മീയ സത്യമാണ്. അനുരഞ്ജനം വൈകിപ്പിക്കുന്നത് നീരസം വളരാനും നമ്മുടെ ഹൃദയങ്ങളെ കഠിനമാക്കാനായിട്ടും അല്ലെങ്കിൽ കഠിനമാകാനും ഒരു സാധ്യത നമുക്കിതിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ തോമസ് അക്വീനാസ് ഇതിനോട് ചേർത്ത് വെച്ച് പറയുന്നൊരു കാര്യം എന്ന് പറയുക, നീതിയില്ലാത്ത കാരുണ്യം അത് പിരിച്ചുവിടലിൻ്റെ അല്ലെങ്കിൽ തെറ്റിക്കലിൻ്റെ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മാതാവാണ്. കരുണയില്ലാത്ത നീതി എന്ന് പറയുന്നത് അത് ക്രൂരതയാണ്. അപ്പം നമ്മൾ ശരിക്കും നീതിക്കും കരുണയ്ക്കും ഇത് രണ്ടും നൽകുവാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. കാരണം ക്രിസ്ത്യാനി എന്ന് പറയുന്നവൻ ആ സത്യം അന്വേഷിക്കാനും ഉദാരമായി ക്ഷമ നൽകാനും, അതുപോലെ തന്നെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ നമ്മൾ ഈ സംഘർഷങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ അത് നിത്യതയിലേക്ക് ഒരു കൊണ്ടുപോകാനായിട്ടൊക്കെ ഒരുപാട് സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞു തീർക്കാനായിട്ടും അങ്ങനെ സമാധാനത്തിൽ ജീവിക്കാനായിട്ടും പ്രത്യേകം നമ്മൾ പരിശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഈ നോമ്പ് എന്ന് പറയുക. പ്രിയമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ഒരു നോമ്പുകാല ഉണർവിൻ്റെ ആഹ്വാനമാണ്. യഥാർത്ഥമായിട്ട് നീതി എന്ന് പറയുക ഒരു നിയമവാദത്തെക്കുറിച്ചല്ല, മറിച്ച് സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളോട് ആഹ്വാനം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ കോപവും നീരസവും ഒന്നും വെച്ച് പുലർത്താതെ നമ്മുടെ ആത്മാക്കളെ ഒന്ന് രക്ഷയിലേക്ക് കൊണ്ടുവരുവാനായിട്ടും ദൈവത്തിലേക്ക് ചേർത്ത് വയ്ക്കാനായിട്ടും ഒക്കെ പരിശ്രമിക്കുക. അതുപോലെ തന്നെ അനുരഞ്ജനം എന്ന് പറയുന്നത് അതൊരിക്കലും ഈ ഒരു നോമ്പുകാലത്ത് നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല, മറിച്ച് വിശുദ്ധ കുർബാനയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ അനുരഞ്ജനം എന്ന് പറയുക. അതുപോലെ തന്നെ വളരെ വൈകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പ്രശ്നങ്ങളും അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറ്റാനായിട്ട് അവരുമായിട്ട് സ്നേഹത്തിലൊക്കെ ജീവിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. ആവിലയിലെ വിശുദ്ധ തെരേസ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് പോലെ പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. വാക്കുകൾ അതിനാവശ്യമില്ല. രോഗം
ചിന്തകളിൽ നിന്ന് വ്യതിചലിച്ചാലും ആവശ്യമുള്ളത് സ്നേഹിക്കാനുള്ള ഒരു മനസ്സാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സ്നേഹിക്കാനും ക്ഷമിക്കാനുമുള്ള കൃപയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അങ്ങനെ ഈ ഒരു നോമ്പ് കാലം മാനസാന്തരത്തിൻ്റെ ഒരു യഥാർത്ഥ യാത്രയാക്കി തീർക്കാം. കയ്പില്ലാത്തതും ദൈവസമാധാനം നിറഞ്ഞതുമായ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞതുമായ ഹൃദയങ്ങളിലുമായി നമുക്ക് ബലിപീഠത്തിലേക്ക് വരാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.